നമസ്കാരം. ബെസ്റ്റ് ന്യൂസ് ലൈവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. ബസ്സിൽ ആക്സിഡന്റുകളുടെ എണ്ണം ദിനം പ്രതി കൂടുന്നു. മിക്ക ആക്സിഡന്റുകളുടെയും കാരണം അശ്രദ്ധയും അമിതവേഗവും. ബെസ്റ്റ് ന്യൂസ് ലൈവ് എക്സ്ക്ലൂസീവ്. ഒരു തിരിച്ചുവരവിനൊരുങ്ങി കിങ്ഡം ട്രാവൽ ആർമി. ഇരുകൈയും നീട്ടി സ്വീകരിച്ച് ബെസ്റ്റ് കമ്മ്യൂണിറ്റി. ക്യാമ്പസുകളുടെ രാജകുമാരൻ പടിയിറങ്ങി. വണ്ണസ് ത്രില്ലർ സോൾഡ് ഔട്ട്. എറണാകുളം കോടതിയുടെ ഉത്തരവ് പ്രകാരം പ്രത്യേക അന്വേഷണം. നിയമം കാറ്റിൽ പറത്തി സർവീസ് നടത്തിയ 3 ബസ്സുകൾക്കും പാക്കേജർക്കും പൂട്ടുവീഴുന്നു. TV7 പുത്തൻ മോഡ് റിലീസായിരിക്കുന്നു. ബസ്സിൽ വാഹനാപകടങ്ങളുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ്. ഇതിനെതിരെ MVD എന്ത് നടപടിയെടുക്കുമെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ അനവധി അപകടങ്ങളാണ് ബസ്സിൽ ഉണ്ടായിരിക്കുന്നത്. ഈ അപകടങ്ങളിലെല്ലാം തന്നെ അനവധി വ്യക്തികൾക്ക് പരിക്കുകളും പറ്റിയിട്ടുണ്ട്. ഇത് ഇനിയും തുടർന്നാൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഇവിടെ സംഭവിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി രമണൻ ചേരുന്നു. രമണൻ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആരാണ് ഇതിനെല്ലാം ഉത്തരവാദി? ബസ്സിൽ അപകടങ്ങളുടെ എണ്ണം ദിനംപ്രതി കൂടി വരുന്നു. അമിതവേഗവും അശ്രദ്ധയുമാണ് മിക്ക അപകടങ്ങളുടെയും കാരണം. ഈ കഴിഞ്ഞ ആഴ്ചയിൽ റിസാർട്ട് ടൂറിസ്റ്റ് ബസ് ലോറിയിലിടിച്ച് തീപിടിച്ചുണ്ടായ അപകടത്തിൽ അനവധി ആളുകൾക്ക് പരിക്ക് പറ്റിയിരുന്നു. തൊട്ടടുത്ത നിമിഷങ്ങളിൽ തന്നെ KSRTC ബസ്സിൽ ഇടിച്ച സാങ്കേഴ്സ് ബസും വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. പിന്നീട് ഇങ്ങോട്ടുള്ള ആഴ്ചകളിൽ അപകടങ്ങൾ അനവധിയായിരുന്നു. തുടർന്ന് കർശന പരിശോധന ശക്തമാക്കിയിരുന്നെങ്കിലും മിക്ക ടൂറിസ്റ്റ് ബസ്സുകളും നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് സർവീസ് നടത്തുന്നത്. ഇപ്പോൾ നിയമലംഘനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രൊമോഷനായി ഉപയോഗിക്കുകയാണ് മിക്ക ഓപ്പറേറ്റർമാരും. 200 km/h വേഗതയിൽ സഞ്ചരിച്ച നിയമലംഘനം കാട്ടിയ അവാർഡ് കിട്ടിയതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച സ്പാർട്ടൻസ് ബസ് ബെസ്റ്റ് ന്യൂസ് ലൈവിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. MVD ഉടനെ ഇതിനെതിരെ നടപടിയെടുക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ക്യാമറമാൻ വടിവേലുവിനോടൊപ്പം രമണൻ. നന്ദി രമണൻ. അടുത്തതായി ഈ വിഷയത്തെ പറ്റി പ്രത്യേക റിപ്പോർട്ട് തയ്യാറാക്കിയ നമ്മുടെ ശശിയണ്ണൻ ചേരുകയാണ്. ശശിയണ്ണൻ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതുപോലെ തന്നെ ജനുവരിയിൽ തമിഴ്നാട്ടിലെ ഗുണ്ടൽപേട്ടിൽ വെച്ച് അപകടം നടന്ന അധോലോകം എന്ന വണ്ടി ഇറക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത നമുക്കറിയാൻ കഴിഞ്ഞു. അപ്പോൾ ആ വണ്ടിയിലും MVDയുടെ പരിശോധന കർശനമായി തുടരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ആ വണ്ടിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ കർണാടക രജിസ്ട്രേഷനിലാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തോടു കൂടി കുറേ വണ്ടികൾ ഇതേപോലെ കേരളത്തിൽ നിന്നും കർണാടകയിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ബജറ്റ് സർക്കാരിന് കിട്ടുന്ന ടാക്സുകളൊക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ വണ്ടികൾ കേരളത്തിൽ വന്ന് സകല അഭ്യാസവും കാണിക്കുകയും ചെയ്യും. എന്നാൽ ഇവർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ. ഒരു തിരിച്ചുവരവിനൊരുങ്ങി കിങ്ഡം ട്രാവൽ ആർമി. 2 പുത്തൻ ബസ്സുകളുമായി വീണ്ടും നിരത്തുകളിലേക്ക് എത്തിയ കിങ്ഡം ട്രാവൽ ആർമിക്ക് എന്റെയും ബെസ്റ്റ് ന്യൂസ് ലൈവിന്റെയും വക സകല ആശംസകളും നേരുന്നു. ഇത്രയുമധികം നിയമങ്ങളും നിയമ സംവിധാനങ്ങളും ഉണ്ടായിട്ടും സകല നിയമങ്ങളും കാറ്റിൽ പറത്തി സർവീസ് നടത്തുന്ന ബസ്സുകളുടെ എണ്ണം ദിനം പ്രതി കൂടി വരികയാണ്. ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ സർവീസ് നടത്തിയ 3 ബസ്സുകളുടെ ഫിറ്റ്നസ് MVD റദ്ദ് ചെയ്തിരുന്നു. ഇതിനെതിരെ കോടതി സ്വമേധയാ കേസെടുത്തതായി അറിയിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ ബെസ്റ്റ് ന്യൂസ് ലൈവിന്റെ വക സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞത് എറണാകുളത്ത് നിന്നും ട്രിപ്പ് പോയ 3 ബസ്സുകളാണ് നിയമലംഘനങ്ങൾ നടത്തിയിട്ടുള്ളത്. ആദ്യം കോളേജിലേക്ക് വൻ വാഹന റാലിയോടും വാദ്യമേളങ്ങളോടും കൂടെയുള്ള വരവേൽപ്പ് വാഹനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു താരരാജാവിന് പോലും കിട്ടാത്ത മാസ് എൻട്രി ആണെന്നാണ് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും MVDയുടെ ഭാഗത്തു നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞത്. തുടർന്ന് കാതടപ്പിക്കും വിധം സൗണ്ട് ഷോ, കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റ് ഷോ ഒക്കെ നടന്നു. എന്നാൽ MVD കാര്യം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോഴേക്കും റിസാർട്ട് പാക്കേജസിന്റെ നേതൃത്വത്തിൽ വാഹനങ്ങൾ ഊട്ടിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരുന്നു. തുടർന്ന് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ വാഹനങ്ങൾ ഹാജരാക്കാൻ MVD ഉത്തരവിനെ തുടർന്ന് 3 വാഹനങ്ങൾക്കും പാക്കേജുകാർക്കും പിഴ ഈടാക്കിയതായി MVD അറിയിച്ചു. ട്രിപ്പ് പോയ പോക്കിരി, സെവൻസ്, മാനിയാക്ക് എന്നീ വണ്ടികളുടെ പെർമിറ്റ് നിശ്ചിത കാലത്തേക്ക് റദ്ദാക്കുകയും ചെയ്തു. ഇവയിൽ മാനിയാക്കിന്റെ വില്ലൻ എന്ന ബസ് സ്ഥിരം നിയമലംഘകനാണെന്ന് MVD അറിയിച്ചു. പലപ്പോഴായി നിരവധി കേസുകളിലും ഇവർ പെട്ടിട്ടുണ്ട്. വാഹനം MVD ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ട് കാലങ്ങൾ കുറേ ആയിട്ടുണ്ട്. എന്നിട്ടും വില്ലന്റെ വില്ലത്തരം നിർത്താൻ സാധിച്ചിട്ടില്ല. ഇനി വാഹനം വെള്ളയടിച്ചാൽ തന്നെ ലൈറ്റിനും സൗണ്ടിനും ഒരു കുറവുമില്ല.
ഇന്നലെ ചെക്കിങ്ങിനിടെ ഒരു വെള്ള വണ്ടിയുടെ അകത്തേറി പരിശോധിച്ച MVD ഉദ്യോഗസ്ഥർ തന്നെ ഞെട്ടി. വൻ DJ പാർട്ടികൾ തോറ്റുപോകുന്ന ശബ്ദവിസ്മയം തീർത്ത അർച്ചന ഹോളിഡേയ്സ് എന്ന വണ്ടി MVD ഇതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇനിയും ചെക്കിങ്ങുകൾ തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബെസറ്റ് ന്യൂസ് ലൈവിനായി ശശി. വണ്ണസ് കുടുംബത്തിലെ വല്യേട്ടൻ പടിയിറങ്ങുന്നു. വണ്ണസ് ത്രില്ലർ സോൾഡ് ഔട്ട്. പാലക്കാടുള്ള ഇമ്മാനുവൽ ഹോളിഡേയ്സ് ആണ് ത്രില്ലറിനെ സ്വന്തമാക്കിയിരിക്കുന്നത്. നല്ലൊരു കരിയർ ഉണ്ടാവട്ടെ എന്ന് ബെസറ്റ് ന്യൂസ് ലൈവിന്റെ ഭാഗത്തു നിന്നും ആശംസിക്കുന്നു. പുതുപുത്തൻ ഭാരത് വൻസ് മൂടുമായി ടീം ട്രാവലിക്സ്. ബെസറ്റിലേക്ക് തന്നെ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ഭാരത് വൻസ് മോഡാണ് ടീം ട്രാവലിക്സ് നമുക്കായി ഒരുക്കിയിട്ടുള്ളത്. ഫ്രീ മോഡാണ്. എല്ലാ കൂട്ടുകാരും എത്രയും വേഗം ഡൗൺലോഡ് ചെയ്ത് കളിക്കണമെന്ന്, അവർക്ക് സപ്പോർട്ട് നൽകണമെന്നും ബെസറ്റ് ന്യൂസ് ലൈവിന്റെ ഭാഗത്തു നിന്നും അഭ്യർത്ഥിക്കുന്നു. ഇതോടുകൂടി ഈ ആഴ്ചത്തെ ബെസറ്റ് ന്യൂസ് ലൈവ് പൂർണ്ണമാകുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമ്മുടെ ഇൻസ്റ്റാ ഐഡിയുടെ ലിങ്ക് ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും കയറി ഫോളോ അടിക്കുക. അതേപോലെ നമ്മുടെ പുതിയ സീരീസുകളുടെ ഒരു പോള് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ വോട്ട് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അതൊന്ന് പോയി വോട്ട് ചെയ്ത് സഹായിക്കുക. അപ്പോൾ അടുത്ത ആഴ്ച പുതുപുത്തൻ ന്യൂസുകളുമായി വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.